എല്ലാവർക്കും മുത്തശ്ശിയുടെ സ്നേഹം നിറഞ്ഞ വന്ദനം. എൻ്റെ കൊച്ചുമക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് മുത്തശ്ശി നിങ്ങൾക്ക് ഒരു അടിപൊളി കഥ പറഞ്ഞു തരാൻ പോവുകയാണ്. വെറും ഒരു കഥയല്ല, ഒരു വീരനായ രാജകുമാരൻ്റെയും സുന്ദരിയായ രാജകുമാരിയുടെയും പിന്നെ വായുവിൽ തിളങ്ങുന്ന ഒരു മാന്ത്രിക മോതിരത്തിൻ്റെയും കഥ. കേൾക്കാൻ റെഡിയല്ലേ എല്ലാവരും? പണ്ട് പച്ചപ്പു നിറഞ്ഞ വലിയ വലിയ കാടുകൾക്ക് നടുവിൽ സുന്ദരപുലി എന്നു പേരുള്ള ഒരു രാജ്യമുണ്ടായിരുന്നു. അവിടുത്തെ രാജകുമാരനായിരുന്നു ആദിത്യൻ. അവൻ നല്ല ധീരനായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരോടും ഭയങ്കര ദയുള്ള കൂട്ടത്തിലായിരുന്നു. ഒരു ദിവസം ആദിത്യൻ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ വഴിയരികിൽ ഇതാ ഒരു ചെറിയ പക്ഷിക്കുഞ്ഞ് വീണു കിടക്കുന്നു. പാവം, അതിൻ്റെ ചിറകിന് നല്ല പരുക്കുണ്ടായിരുന്നു. അത് വേദന കൊണ്ട് കരയുകയായിരുന്നു. രാജകുമാരൻ ഓടിച്ചെന്ന് ആ പക്ഷിക്കുഞ്ഞിനെ കയ്യിലെടുത്തു. പതുക്കെ തലോടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളമെടുത്ത് കുടിപ്പിച്ചു. ഭക്ഷണം കഴിച്ച് ഉഷാറായതും ആ പക്ഷിക്കുഞ്ഞ് പെട്ടെന്ന് വായുവിലലിഞ്ഞ് ഒരു സുന്ദരിയായ മാലാഖയായി മാറി. രാജകുമാരൻ ആകെ അത്ഭുതപ്പെട്ടുപോയി. മാലാഖ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നല്ലവനായ രാജകുമാര, നിന്റെ സ്നേഹവും ദയയും എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. ഇതിന് പകരമായി ഞാൻ നിനക്കൊരു സമ്മാനം തരാം. അങ്ങനെ മാലാഖ തൻ്റെ കൈവിരലിൽ തിളങ്ങുന്ന ഒരു മാന്ത്രിക മോതിരം ആദിത്യന് ഊരി നൽകി. എന്നിട്ട് പറഞ്ഞു, ഇതൊരു സാധാരണ മോതിരമല്ല. നീ എപ്പോഴെങ്കിലും വലിയൊരു ആപത്തിൽപ്പെടുമ്പോൾ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞ് ഈ മോതിരത്തെ 3 തവണ തൊട്ടാൽ നിനക്ക് എന്തും ചെയ്യാനുള്ള അപാരമായ ശക്തി ലഭിക്കും. പക്ഷേ ഇത് നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. രാജകുമാരൻ മാലാഖയ്ക്ക് നന്ദി പറഞ്ഞ് ആ തിളങ്ങുന്ന മോതിരം തൻ്റെ വിരലിലിട്ടു. അങ്ങനെയിരിക്കെയാണ് ആ സങ്കടവ വാർത്ത നാട്ടിൽ പരന്നത്. തൊട്ടടുത്ത രാജ്യമായ മേഘമലയിലെ സുന്ദരിയായ അനന്യ രാജകുമാരിയെ ഒരു ദുഷ്ടൻ മന്ത്രവാദി തട്ടിക്കൊണ്ടുപോയി ഒരു വലിയ കരിങ്കൽ കോട്ടയിൽ പൂട്ടിയിട്ടിരിക്കുന്നു. ആ കോട്ടയ്ക്ക് കാവൽ നിൽക്കുന്നത് ആരാണെന്നറിയാമോ? വലിയൊരു ഗദയും പിടിച്ചു നിൽക്കുന്ന ഭയങ്കരനായ ഒരു രാക്ഷസൻ. അവൻ കോട്ടയ്ക്ക് മുന്നിൽ നിന്ന് അലറുകയാണ്. പക്ഷേ നമ്മുടെ ആദിത്യൻ രാജകുമാരൻ ഒട്ടും പേടിച്ചില്ല. അവൻ നേരെ കോട്ടയുടെ മുന്നിലെത്തി. രാക്ഷസൻ ഗദയും വീശി രാജകുമാരൻ്റെ നേർക്ക് പാഞ്ഞു വന്നു. രാജകുമാരൻ ഒട്ടും സമയം കളയാതെ തൻ്റെ വിരലിലെ മോതിരത്തിൽ പതുക്കെ 3 തവണ തൊട്ടു. എന്നിട്ട് പറഞ്ഞു, എന്നെ സഹായിക്കൂ. പെട്ടെന്ന് മോതിരത്തിൽ നിന്ന് ഒരു നീല വെളിച്ചം പുറത്തു വന്നു. ആദിത്യൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ വാൾ വലിയൊരു പ്രകാശവാളായി മാറി. അവൻ ആ വാൾ ഉയർത്തി ഒരൊറ്റ വീശൽ. രാക്ഷസൻ്റെ കയ്യിലെ വലിയ ഗദ തകർന്ന് തരിപ്പണമായി. പേടിച്ചുപോയ രാക്ഷസൻ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടിപ്പോയി. അങ്ങനെ രാക്ഷസനെ ഓടിച്ചു. പക്ഷേ രാജകുമാരിയെ പൂട്ടിയിട്ടിരുന്ന മുറിയുടെ വാതിൽ വലിയൊരു ഇരുമ്പ് പൂട്ടുകൊണ്ട് പൂട്ടിയിരിക്കുകയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ആ പൂട്ട് തുറക്കാൻ പറ്റിയില്ല. രാജകുമാരൻ വീണ്ടും മോതിരത്തിൽ 3 തവണ തൊട്ടു. അപ്പോൾ അതിൽ നിന്ന് ദാ വരുന്നു ഒരു സ്വർണ്ണ താക്കോൽ. ആ താക്കോൽ വെച്ചതും ക്ലിക്ക് എന്ന ശബ്ദത്തോടെ വാതിൽ തുറന്നു. അകത്ത് പേടിച്ചിരിക്കുകയായിരുന്ന അനന്യ രാജകുമാരനെ കണ്ട് സസന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പിന്നീട് രാജകുമാരൻ അനന്യയെയും കൂട്ടി സുന്ദരപുരിയിലേക്ക് തിരിച്ചു പോന്നു. തങ്ങളെ രക്ഷിച്ച രാജകുമാരന് മേഘമലയിലെ രാജാവ് വലിയൊരു വിരുന്നു നൽകി. പിന്നീട് ആദിത്യൻ രാജകുമാരനും അനന്യ രാജകുമാരിയും സന്തോഷത്തോടെ വിവാഹിതരായി. അവർ ആ മാന്ത്രിക മോതിരം എപ്പോഴും സൂക്ഷിച്ചു വെച്ചു. നാടിൻ്റെ നന്മയ്ക്കായി മാത്രം അതുപയോഗിച്ചു. അങ്ങനെ അവർ ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിച്ചു. കണ്ടോ കൊച്ചുമക്കളെ, ഈ കഥയിലെ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ളവരോട് ദയ കാണിച്ചാൽ നമുക്ക് ഒരു ആപത്ത് വരുമ്പോൾ
ദൈവത്തിൻ്റെ സഹായം ഏതെങ്കിലും രൂപത്തിൽ തീർച്ചയായും നമ്മളെ തേടിയെത്തും. അപ്പോൾ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ മുത്തശ്ശിയുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത തവണ ഇതിലും നല്ലൊരു കഥയുമായി മുത്തശ്ശി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.